ഇത് വെച്ചപ്പോൾ രണ്ട് ഗുണമാണ് ഇപ്പോൾ ഉണ്ടായത്. ഒന്ന്, നമ്മളെ ബയോഗ്യാസ് ഇത് നമ്മൾ വീട്ടിലുള്ള പിന്നെ വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു 45 ദിവസം കൊണ്ട് ഖരമാലിന്യം ആയി തീരുന്ന വസ്തുക്കൾ മാത്രമേ ഇടാൻ പറ്റും. ഫുഡ് വേസ്റ്റ്, ഇറച്ചിയുടെ എല്ല്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇടാം. ഈ കൺസീൽഡ് ആകുമ്പോൾ എന്താ ഗുണം വെച്ചാൽ അത് കംപ്ലീറ്റ് കവേർഡ് ആണ്. ഈ ഒരു 3 ലെയർ ടാങ്ക് ആണ്. ഈ ടാങ്കിന് നല്ല ലൈഫ് ടൈം വാറണ്ടി അവർ തരുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് ഒരു ബയോഗ്യാസ് പ്ലാന്റിനാണ്, അത് വീട്ടിൽ വെക്കുന്നത്. അപ്പോൾ ഈ ടൈറ്റിൽ കൊടുത്ത പോലെ തന്നെ നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒരു ഭീകരം തന്നെയാണ്. ഈ വേസ്റ്റ് വന്നത് എന്ത് ചെയ്യണം എന്നറിയാതെ എല്ലാവരും ബുദ്ധിമുട്ടുന്നു. ചിലര് അത് കുഴിച്ചിടുന്നുണ്ട്, ചിലര് അത് പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് ഇന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പൊ ഇത് ഞങ്ങൾ തൃശ്ശൂരുള്ള ഒരു കമ്പനിയാണ്. അവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞത്. ഞാൻ 4-5 കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്തതിനു ശേഷമാണ് എനിക്ക് കുറച്ചുകൂടി റീസണബിളും കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇവരുടെ നിന്ന് കിട്ടിയത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവരുടെ അടുത്ത് 2 ടൈപ്പ് ടാങ്ക് ഉണ്ട്. ഒന്ന് കൺസീൽഡ് ആയിട്ടുള്ളതും ഒന്ന് ഓപ്പൺ ടാങ്കുമാണ്. ഈ ഓപ്പൺ ടാങ്കിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതിൽ വെള്ളം നിറച്ചത് ഫ്ലോട്ടിംഗ് പോലെയാണ്. അപ്പൊ ഈ വെള്ളം നിറയുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കൊതുകുകളൊക്കെ വരാനുള്ള സാധ്യത. അപ്പൊ നമ്മൾ നെറ്റൊക്കെ അടിക്കണം, പിന്നെ സ്മെല്ലും വരും. ഈ കൺസീൽഡ് ആകുമ്പോൾ എന്താ ഗുണം വെച്ചാൽ അത് കംപ്ലീറ്റ് കവേർഡ് ആണ്. ഈ ഒരു 3 ലെയർ ടാങ്ക് ആണ്. ഈ ടാങ്കിന് നല്ല ലൈഫ് ടൈം വാറണ്ടി അവർ തരുന്നുണ്ട്, സർവീസും ഉണ്ട്. ഓക്കെ, ഇതിനൊരു ഗുണം എന്താ വെച്ചാൽ ഇത് എവിടെയും കുറഞ്ഞ സ്ഥലമുള്ള ആൾക്കാർക്കും ഫ്ളാറ്റിലോ അല്ലെങ്കിൽ ചെറിയ ഏരിയ ഉള്ള ആൾക്കാർക്കും എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റുന്ന ഒരു കമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ടാങ്ക് ആണ്. ഇത് വെക്കുന്നതോടെ നമുക്ക് 2 ഗുണമുണ്ട്. ഒന്ന്, നമുക്ക് കുറച്ച് കൃഷിക്ക് ആവശ്യമായിട്ട് സ്ലറി കിട്ടുന്നു, അതേപോലെ തന്നെ വീട്ടിലെ ആവശ്യത്തിലുള്ള ഗ്യാസ് കിട്ടുന്നു. ഇവിടുത്തെ ഗ്യാസിന്റെ റേറ്റ് ഒക്കെ നോക്കുമ്പോൾ 2-3 മണിക്കൂർ സുഖമായിട്ട് കത്തിക്കാനുള്ള ഗ്യാസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഞാൻ വെച്ചിരിക്കുന്ന ഒരു 3 ലിറ്ററിന്റെ ടാങ്കാണ്. ഈ 3 ലിറ്ററിന്റെ ഗരം മാലിന്യം പോകുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഒരു 2-3 ലിറ്റർ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ ഒരു 5-6 ലിറ്റർ നമുക്ക് പ്രോസസ് ചെയ്യാം. അപ്പം 2-3 മണിക്കൂർ കത്താനുള്ള ഗ്യാസും കിട്ടുന്നുണ്ട്. ഗ്യാസിന് ഫ്ലെയിം ലോ ആയിരിക്കും, പക്ഷെ എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ടാങ്കും അതിന്റെ ഡീറ്റെയിലും കാണാം. ഇത് സെറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം, ഞങ്ങളിവിടെ വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങളെല്ലാം ഒരു കുഴിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി കുഴി ഒഴിക്കാൻ സ്ഥലമില്ലാതായി. അത്രയും നമ്മൾ കുഴിച്ചിടുമ്പോൾ ഇത് ഈ പൂച്ചയും ഒക്കെ വന്നിട്ട് മാന്തി പുറത്തേക്ക് എടുക്കുക, വീണ്ടും അത് രണ്ടാമതും മൂടി. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചത്. അപ്പോൾ ഇത് ആദ്യം ഇതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളിങ്ങനെ ഡിലേ ആക്കി നമ്മളൊരു തീരുമാനം എടുത്ത് വരുമ്പോഴത്തെ സമയം എടുക്കില്ല, അതുകൊണ്ട് ഡിലേ ആയി പോയത്. അപ്പോൾ ഇത് വെച്ചപ്പോൾ 2 ഗുണമാണ് ഇപ്പോൾ ഉണ്ടായത്. ഒന്ന്, നമ്മളെ ബയോഗ്യാസ് ഇത് നമ്മൾ വീട്ടിലുള്ള പിന്നെ വേസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മളെ പച്ചക്കറി വേസ്റ്റും ഫുഡ് വേസ്റ്റും ഒക്കെ ഇടാൻ പറ്റും. അതിൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്ന് പറഞ്ഞാൽ നമ്മൾ നാരങ്ങ, പുളിയുള്ള വസ്തുക്കൾ, അതായത് പിന്നെ നാരങ്ങയുടെ തോട്, പിന്നെ കൈതച്ചക്കയുടെ തോട്, പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടരുത്. പിന്നെ കരിയില അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടരുത്. പിന്നെ മുട്ടത്തോട് ഇടരുത്. പിന്നെ നമ്മുടെ ഉള്ളിയുടെ തോട്, ഇങ്ങനത്തെ കുറച്ച്, പിന്നെ തടിക്കഷ്ണങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിൽ പോകരുത്. ഇതിൽ പോകണമെന്ന് പറഞ്ഞാൽ ഒരു 45 ദിവസം കൊണ്ട് ഖരമാലിന്യം ആയി തീരുന്ന വസ്തുക്കൾ മാത്രമേ ഇടാൻ പറ്റും. ഫുഡ് വേസ്റ്റ്, ഇറച്ചിയുടെ എല്ല്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇടാം. പിന്നെ അതേപോലെ നായയുടെ, കോഴിയുടെ കാഷ്ടങ്ങളൊക്കെ നമുക്ക് ഇതിൽ മിക്സ് ചെയ്തിടാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് 3 കിലോയുടെയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 3 കിലോ ഗരം ഇടുമ്പോൾ നമുക്കതൊരു 2-3 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് മിക്സ് ആയിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതാണ് ഈ സ്ലറി ഓപ്പണിങ്. ഈ സ്ലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് സ്ലറി വരും. ഈ സ്ലറി എടുത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട്, അതായത് 1/2 ബക്കറ്റാണ് കിട്ടുന്നത് വെച്ചാൽ 1/2 ബക്കറ്റ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഇതിൽ നിന്ന് ഇപ്പോൾ 3 ലിറ്റർ ആയതുകൊണ്ട് നമുക്ക് 2-3 മണിക്കൂർ കത്തിക്കാനുള്ള ഗ്യാസും കിട്ടുന്നുണ്ട്. ഗ്യാസ് വലിയ ഹൈ ഫ്ലെയിമൊന്നും അല്ല, പക്ഷെ എന്നാലും കാര്യങ്ങൾ നമുക്ക് വെള്ളം ചൂടാക്കാനും അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം നമുക്ക് വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്നതാണ്. പക്ഷെ ഓവർ ഫോഴ്സ് ഉണ്ടാവില്ല. അപ്പം ഇത് ഇവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ വെക്കാം. അപ്പോൾ ഇത് വന്നതിനോടുകൂടി ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷെ ഇതെന്തായാലും നമ്മൾ വീട്ടിൽ വെക്കേണ്ട ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതോടുകൂടി പിന്നെ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാവുന്നു, അതേപോലെ തന്നെ വേസ്റ്റ് നിറയുന്നു, സ്മെല്ല് വരുന്നു. അതൊന്നും ഒക്കെ നമുക്കൊരു മോചനമാണ് ഇത് കേട്ടപ്പോൾ.